ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ പൈസീസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് അയച്ചു തരാം. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അവിടെ എന്നുവെച്ചാൽ അവിടെ ഞാൻ വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ് ആൻഡ് അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെ മെസ്സേജ് ചെയ്യാം ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം, മെമ്പർ ആവാം. അങ്ങനെ മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. എല്ലാം വീഡിയോസ് ആദ്യം മെമ്പേഴ്സിനാണ് കാണിക്കാറ് ഞാൻ ഈ ചാനലിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. പൈസീസ്, എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഇപ്പോൾ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്, ആക്ഷൻ എന്താ എടുക്കാൻ പോകുന്നത്, എന്താണ് അവരുടെ ഇൻറ്റൻഷൻ ഉള്ളത് ഈ റിലേഷൻഷിപ്പിൽ, ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫൈനൽ ഔട്ട്കം എന്തായിരിക്കും, ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ പൈസീസ്, നിങ്ങളുടെ എന്താണ് ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി പൈസീസിന് വേണ്ടിയിട്ട് 3 of Wands, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഡെവിൽ, നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ സ്റ്റാർ, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ജഡ്ജ്മെൻറ്റ്, ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൂൺ, നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 4 of Cups, നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 4 of Pentacles, നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ വീൽ ഓഫ് ഫോർച്യൂൺ, ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ക്വീൻ ഓഫ് സ്വേർഡ്സ്, എന്താണ് ഔട്ട്കം ഇവിടെ ഈ കാർഡ്. അപ്പോൾ പൈസീസ്, നിങ്ങളുടെ ഓവറോൾ എനർജി 3 of Wands ആണ്. 3 of Wands ഒരു എക്സ്പെക്റ്റേഷൻ്റെ എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എഫേർട്ട് ഇട്ടു, ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണു, ഒരു പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യും, മെസ്സേജ് ചെയ്യും. ഇല്ല വെച്ചാൽ ഈ പേഴ്സണിൻ്റെ സൈഡിന് എന്തെങ്കിലും എഫേർട്ട് ഉണ്ടോ, അതല്ല വെച്ചാൽ നിങ്ങൾ എന്തോ ഒരു കമ്മിറ്റ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. അത് ഈ പേഴ്സൺ എനിക്കൊരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ചോദിക്കാൻ പോകുന്നുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കാം. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യണു, എന്തോ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. എന്താണ് ഈ 3 of Wands? ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കും എന്നാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണത്, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കണത്. അപ്പോൾ എന്താണ് ഈ കിങ് ഓഫ് വാൻസിൻ്റെ എനർജി ഇവിടെ? 9 of Wands ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പേടിയുണ്ട്, അത് ഈ പേഴ്സൺ ചിലപ്പോൾ ആക്ഷൻ എടുത്തില്ല വെച്ചാലോ, എന്താ ഇപ്പോൾ ഫ്യൂച്ചറിൽ ഉണ്ടാവുക. എന്തായാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ കാണുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യണു. ഓക്കെ, അതാണ് ഓവറോൾ എനർജി നിങ്ങളുടെ. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഡെവിലാണ്. ഡെവിൽ കാപ്രിക്കോൺ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ കാപ്രിക്കോൺ ആയിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ കുറച്ചൊരു ടോക്സിക് സിറ്റുവേഷനിലാണ്. ഇല്ല വെച്ചാൽ അവരുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ കൂടെ ടോക്സിക് ആയിരിക്കാം. നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട്, കിങ് ഓഫ് കപ്സ് ഉണ്ട്, 3 of Swords ഉണ്ട്. അപ്പോൾ എന്തോ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഞാൻ കാണുന്നത്. ഓക്കെ, എന്തോ നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, അല്ല കിങ് ഓഫ് കപ്സ് ഉണ്ട്, നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട് ആൻഡ് 3 of Swords ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു തേർഡ് പാർട്ടി കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് നിങ്ങളുടെ എനർജി ആവാം, പക്ഷേ ഇവിടെ ഒരു നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട്, അത് ഒരു തേർഡ് പാർട്ടി ആവാം, ഇല്ല വെച്ചാൽ അത് നിങ്ങളുടെ പേഴ്സൺ ആവാം. എന്തായാലും ഇവിടെ എന്തോ ഒരു ഹാർട്ട് ബ്രേക്ക് എനർജി കാണാണ്ട് ഇവരുടെ സൈഡിൽ.
അപ്പോൾ സ്റ്റാർ ഹീലിംഗ് എനർജിയാണ്. നിങ്ങൾ രണ്ടാളും ഇപ്പോൾ തൽക്കാലം ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം. പറഞ്ഞ മാതിരി ഇവിടെ ഒരു എൻഡിങ് ഉണ്ട്, 10 of Swords. ഓക്കെ, എന്തോ ഒരു ബിട്രയൽഡ് എനർജി കാണാണ്ട്, ഒരു എൻഡിങ്ങിൻ്റെ എനർജി കാണാണ്ട് ഇവിടെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ട്, ഇമോഷണൽ ഡിസ്കണക്ഷൻ ഉണ്ട്. ഈ സമയത്ത് നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലായിരിക്കാം. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിനെ മറന്നിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ ഫൊർഗിവ് ചെയ്യാൻ റെഡിയാണ്. നിങ്ങളൊരു പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് വേണം എന്നുണ്ട്, ഒരു പുതിയ ലൈഫ്, ഒരു പുതിയ എന്താ പറയുക എനർജിയിലേക്കാണ് നിങ്ങൾ പോകണത്. പക്ഷേ ഇവിടെ ഞാൻ റീകൺസിലിയേഷൻ്റെ കാർഡ് കാണാണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ ക്ഷമിച്ചിട്ട് മുമ്പോട്ട് പോകാൻ റെഡിയാണ് ഈ പേഴ്സൻ്റെ കൂടെ. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വന്ന ഈ സമയത്ത് നിങ്ങൾ ഈ പേഴ്സണെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ കുറേ മെമ്മറീസ് ഉണ്ട്, പാസ്റ്റിൻ്റെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർത്തിട്ട് ഈ പേഴ്സണെ ഡെഫിനറ്റ്ലി നിങ്ങൾ മിസ് ചെയ്യണു ഈ സമയത്ത്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൂന്നാണ്. അപ്പോൾ മൂൺ സീക്രറ്റ്സിൻ്റെ എനർജിയാണ്. ഇവർ ആക്ച്വലി ഇവരുടെ ലൈഫിൽ എന്താ ഇപ്പോൾ നടക്കണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവില്ല. മനസ്സിൽ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ സ്നേഹമുണ്ട്, പക്ഷേ അവർക്ക് ഒരു ആക്ഷനും തീരുമാനം എടുക്കാൻ പറ്റില്ല. 2 of Pentacles അവരുടെ എനർജി ഇംബാലൻസ്ഡ് ആണ്. പറഞ്ഞ മാതിരി അവരുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ടെന്ന് വെച്ചാൽ അവർക്കൊരു ചോയ്സും ഉണ്ട്, നിങ്ങളും വേറൊരു പേഴ്സൻ്റെ ഇടയ്ക്ക്. ഇപ്പം നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 4 of Cups ആണ്. അപ്പോൾ ഇൻറ്റൻഷനിൽ ഞാൻ കാണുന്നത് നിങ്ങൾ കുറേ ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. നിങ്ങൾ ആക്ച്വലി ഇവരുടെ കൂടെ ഒരു നോ കോണ്ടാക്റ്റിലായി പോയിട്ട് നിങ്ങളുടെ എനർജി തന്നെ ലോ ആയിരിക്കണു. വേറെ ഓഫേഴ്സൊക്കെ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, പക്ഷേ നിങ്ങൾക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത എനർജിയിലാണ് നിങ്ങൾ. ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും മെസ്സേജ് വരും എന്ന് നിങ്ങൾ ഹോപ്പ് ചെയ്യണു. അപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻസ് വേറെയുണ്ട് പൈസീസ് പക്ഷേ നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും മെസ്സേജ് വരുമെന്ന് നിങ്ങളുടെ മനസ്സിലൊരു ഹോപ്പുണ്ട് ചെറുതായിട്ട്. ഈ പേഴ്സൺ പക്ഷേ ഒന്നും അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യണില്ല. കോണ്ടാക്റ്റ് ചെയ്യുന്നെങ്കിലും എന്തോ പറഞ്ഞാൽ കുറേ റെസ്ട്രിക്റ്റഡ് എനർജിയാണ്. അങ്ങനെ സംസാരിക്കണമൊന്നുമില്ല. അത്ര ഒരു മുമ്പത്തെ മാതിരി ഒരു ഫ്രീ ആയിട്ട് അല്ല നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്കല്ല ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ്. ടവർ ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായി കഴിഞ്ഞിട്ട് അവരുടെ എനർജി വിഡ്രോ ചെയ്തിരിക്കുന്നു. നൈറ്റ് ഓഫ് വോൺസ് അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യണതും ഇടയ്ക്ക് മെസ്സേജ് ചെയ്യും, പിന്നെ മെസ്സേജ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ്. ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അപ്പം നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോണത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ സമയത്തിൻ്റെ എനർജിയാണ്. നിങ്ങൾ ആക്ച്വലി ഈ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യണു നിങ്ങളുടെ ലൈഫിൽ. ഇല്ലച്ചൊരു പുതിയ ബിഗിനിങ് ആയിരിക്കും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. എന്താണ് ഈ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത്? അപ്പോൾ ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് ഒരു ആക്ഷനും ഇല്ല വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഈ സിറ്റുവേഷനെ ലെറ്റ് ഗോ ചെയ്യാൻ റെഡി ആയിരിക്കും. നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞാൽ മൂവ് ഓൺ ചെയ്യാൻ തയ്യാറായിരിക്കും. ഈ പേഴ്സൻ്റെ ആക്ഷനിൽ ക്വീൻ ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ മെസ്സേജ് ചെയ്യുമ്പോൾ അവർ ചില കാര്യങ്ങൾ നിങ്ങളോട് ക്ലിയറായി ചിലപ്പോൾ പറയാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല. എന്നുവെച്ചാൽ അവരുടെ എനർജിയിൽ ഒരു ട്രൂത്തിൻ്റെ എനർജിയാണ്. പറഞ്ഞാൽ അവരെന്താ പറയണത് വെച്ചാൽ എല്ലാം ഒരു പ്രാക്ടിക്കൽ മാതിരിയാണ് പറയണത്, പ്രാക്ടിക്കലായിട്ടാണ് പറയണത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടാവില്ല. എന്നുവെച്ചാൽ നിങ്ങൾ കുറേ ഒരു ഇമോഷണൽ സൈനാണ് നിങ്ങൾ. അപ്പോൾ ഇവർ പറയണത് ചിലപ്പോൾ എല്ലാം ഇഷ്ടാവില്ല. എന്തായാലും അവരൊരു റിസ്ക് എടുത്തിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അവർ കാര്യങ്ങളൊക്കെ ക്ലിയറായി നിങ്ങളോട് പറയും. ഇവിടെ ഞാൻ കാണുന്നത് ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ്. പക്ഷേ ചിലപ്പോൾ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത ബിഗിനിങ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവർ പറയാൻ പോണത് എന്താ വെച്ചാൽ എനിക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റില്ല, പക്ഷെ നമ്മൾക്ക് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനത്തെ ഒരു ഓപ്പൺ റിലേഷൻഷിപ്പ് മാതിരി ഒരു സിറ്റുവേഷൻ. ഔട്ട്കം ഇവിടെ ഞാൻ കാണുന്നത് 7 of Cups ആണ്. അപ്പോൾ ഔട്ട്കമ്മിലും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷനാണ് ഇവിടെ. ഡെഫിനറ്റ്ലി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. 5 of Wands കാണാണ്ട്. ഇവിടെ 2 of Wands ഉണ്ട്. ചോയ്സ് ആക്ച്വലി നിങ്ങളുടെയാണ്. നിങ്ങൾക്ക് വേണച്ച ഈ സിറ്റുവേഷനിൽ നോ പറഞ്ഞിട്ട് വാക്ക് അവേ ചെയ്യാം. Ace of Pentacles ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു
ലോങ് ടേം കണക്ഷൻ ഞാൻ കാണുന്നുണ്ട്, അത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ്. നിങ്ങൾക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം. പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അതുകൊണ്ട് ഈ സിറ്റുവേഷനിലൊരു ക്ലാരിറ്റി ഇല്ല. ഇവിടെ ഒരു ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ. നിങ്ങൾക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം ഈ പേഴ്സൻ്റെ കൂടെ. പക്ഷേ നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അത് ഈ പേഴ്സൺ ഒരിക്കലും എന്നെ കമ്മിറ്റ്മെൻറ്റ് തരില്ല എന്ന്. അതൊരു വലിയ ചേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വലിയ മാറ്റമായിരിക്കും. അതല്ലാച്ച നിങ്ങൾക്ക് ഈ പേഴ്സണെ വിട്ടിട്ട് മുമ്പോട്ട് പോവാം. നിങ്ങളുടെ ലൈഫിൽ വേറെ ഓപ്ഷൻസും ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി വേറെ ആൾക്കാരും വരും നിങ്ങളുടെ ലൈഫിൽ, ഈ പേഴ്സൺ മാത്രമല്ല ഉള്ളത്. ഓക്കെ, അപ്പോൾ അതും ഒരു ഓപ്ഷനാണ്. പക്ഷേ അങ്ങനത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്താൽ ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി എൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജസ് പറയണമെന്ന് നോക്കാം. ഒറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് അഡ്വൈസ് തരണത്? റീകൺസിലിയേഷൻ ഉണ്ട്. സമൺ ഫ്രം യുവർ പാസ്റ്റ് ഇസ് റിട്ടേണിങ് ടു യുവർ ലൈഫ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. പക്ഷെ അവർ പറയണത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവില്ല. അവർ ഓഫർ ചെയ്യണത് നിങ്ങൾക്ക് വേണ്ട മാതിരി ഓഫർ അല്ല അത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കാണ് ഡിസൈഡ് ചെയ്യേണ്ട പൈസീസ്. ഇത് നിങ്ങളുടെ ലൈഫാണ്. ഓക്കെ, ടാരോ അല്ല നിങ്ങൾക്കൊരു തീരുമാനം പറയാം. തീരുമാനം നിങ്ങളുടെ ആയിരിക്കും. പക്ഷേ സിറ്റുവേഷൻ ടാരോ എക്സ്പ്ലെയിൻ ചെയ്ത് തരും അതിങ്ങനെയാണ് ഉണ്ടാവാൻ പോണതെന്ന്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് പൈസീസ്. ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് കുറേ ഫയർ സൈൻസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തിൽ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലീബ്ര, ജെമിനായി ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്. ഇത് എന്താ പറയുക, അക്വേറിയസ്, ലീബ്ര, ജെമിനായി ഞാൻ പറഞ്ഞു, സ്കോർപ്പിയോ പറഞ്ഞു, കാപ്രിക്കോൺ പറഞ്ഞു, ആൻഡ് ഫയർ സൈൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് സൈൻസ് ഉള്ളത്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം ചാനൽ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.